നമ്മൾ ഇന്നലെ എവിടെയാ സ്റ്റോപ്പ് ചെയ്തത്? നമ്മൾ ഇന്നലെ മാർജിനൽ നോട്ട്സിലാണ് സ്റ്റോപ്പ് ചെയ്തത്, അല്ലേ അല്ലേ ഗൈസ്? യെസ്, നമ്മൾ ഇന്നലെ മാർജിനൽ നോട്ട്സിലല്ലേ സ്റ്റോപ്പ് ചെയ്തേ? പറയൂ പറയൂ, എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? മാർജിനൽ നോട്ട്സിലാണോ സ്റ്റോപ്പ് ചെയ്തത്? യെസ്. അപ്പൊ നമ്മള് ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്റേണൽ എയ്ഡ്സ് ടു ഇന്റർപ്രിട്ടേഷനാണ്, അല്ലെ കൺസ്ട്രക്ഷൻ അല്ലേ? യെസ്, ഇന്റേണൽ എയ്ഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു? ലോങ് ടൈറ്റില്, പ്രിയാമ്പിള്, മാർജിനൽ നോട്ട്സ്. വേറെ ഏതെങ്കിലും നോക്കിയിരുന്നോ? ഇതല്ലാതെ, ഇത് ഇത്രയും അല്ലാതെ വേറെ ഏതെങ്കിലും നമ്മൾ നോക്കിയിരുന്നോ, പഠിച്ചിരുന്നോ? യെസ്, ഹെഡിങ്, ചാപ്റ്റർ ഹെഡിങ്. യെസ്, ഹെഡിങ്. വേറെ ഏതെങ്കിലും? വേറെ ഒന്നും നോക്കിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എഴുതിക്കോ, ഡെഫിനിഷൻ. അടുത്ത് നോക്കിയോ, ഡെഫിനിഷൻ സെക്ഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് എന്നും പറയും. യെസ്, എഴുതിക്കോളൂ, ഡെഫിനിഷൻ സെക്ഷൻസ്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഇന്റർപ്രിട്ടേഷൻ ക്ലോസസ് എന്നും വിളിക്കും. ആണോ ഗൈസ്? സാധാരണ രീതിയിൽ ഒരു ആക്ടിൽ തന്നെ, അല്ലെങ്കിൽ എല്ലാ ആക്ടിലും എന്തുണ്ട്? സെക്ഷൻ 2 ഉണ്ട്. ഈ സെക്ഷൻ 2 എന്താ ഗൈസ്? എല്ലാ ആക്ടിലും സെക്ഷൻ 2 എന്ന് പറയുന്നത് ആ ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഡെഫിനിഷൻ പറയുന്ന സ്ഥലമാണ്. ആണോ? യെസ്, ചില പ്രധാനപ്പെട്ട വാക്കുകളുടെയൊക്കെ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കോൺട്രാക്ട് എന്നുള്ള വാക്ക് ഡിഫൈൻഡാ, അഗ്രിമെന്റ് എന്നുള്ള വാക്ക് ഡിഫൈൻഡാ, പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ഡിഫൈൻഡാ, പ്രോമിസ് ഡിഫൈൻഡാ, ആക്സെപ്റ്റൻസ് ഡിഫൈൻഡാ, വോയിഡ് അഗ്രിമെന്റ്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട് ഒക്കെ ഡിഫൈൻഡാ. ഈ വാക്കുകൾ ഈ ആക്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വാക്ക് കാണുകയാണെങ്കിൽ ഈ അർത്ഥമേ കൊടുക്കാവൂ എന്നുള്ള ഒരു രീതിയിലാണ് സെക്ഷൻ 2 പറയുന്നത്. ആണല്ലോ? എല്ലാവർക്കും അറിയാലോ? എല്ലാവർക്കും അറിയാലോ? അപ്പോ സെക്ഷൻ 2 ഡെഫിനിഷൻസ് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്ന് വെച്ചാലേ, ഇപ്പോ സെക്ഷൻ 2 ഇല്ലായിരുന്നെന്ന് വിചാരിച്ചോ, ഓക്കെ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പല സ്ഥലത്തും ഏത് വാക്ക് വരുന്നു? കോൺട്രാക്ട് എന്നുള്ള വാക്ക് വരുന്നു പല സെക്ഷനുകളിൽ. സെക്ഷൻ 10 വരുന്നു, 11 വരുന്നു, 12 വരുന്നു, 13 വരുന്നു, അങ്ങനെ പല സെക്ഷൻസിലും വരുന്നു. അപ്പോ കോൺട്രാക്ട് എന്നുള്ള വാക്ക് ഡിഫൈൻഡ് അല്ലായിരുന്നെങ്കിലേ എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാ സെക്ഷനകത്തും വീണ്ടും വീണ്ടും കോൺട്രാക്ട് മീൻസ്, കോൺട്രാക്ട് മീൻസ്, കോൺട്രാക്ട് മീൻസ് എന്ന് പറഞ്ഞ് എല്ലാ സെക്ഷനിലും വീണ്ടും 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 ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേനെ. അപ്പൊ എന്ത് പറ്റും? റിപ്പീറ്റ് ചെയ്ത് ഈ ആക്ടിന്റെ വലിപ്പം തന്നെ അങ്ങ് കൂടിപ്പോവും. കാര്യം എല്ലാ സെക്ഷനിലും വീണ്ടും വീണ്ടും ഒരേ വാക്കുകളും ചില വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തന്നെ മിക്ക പ്രധാനപ്പെട്ട വാക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വാക്കുകൾ ആക്ടിൽ എവിടെയെങ്കിലും കണ്ടാൽ ഈ അർത്ഥമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആണോ? അപ്പൊ എന്ത് ഗുണം കിട്ടും? ആക്ടിന്റെ വലിപ്പം ചുരുക്കാൻ പറ്റും, ആക്ടിന്റെ ലാംഗ്വേജ് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. ഷോർട്ടൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ചുരുക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഡെഫിനിഷൻ സെക്ഷന്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആക്ടിന്റെ ലാംഗ്വേജ് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? യെസ്. അത് കൂടാതെ ലെജിസ്ലേച്ചർ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥം നിയമം വായിക്കുന്ന ആൾക്കാർക്കും എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെജിസ്ലേച്ചർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് കോൺട്രാക്ട് എന്ന് പറയുന്നത് കോടതി എൻഫോഴ്സ് ചെയ്യുന്ന അഗ്രിമെന്റാണ് എന്ന് ലെജിസ്ലേച്ചർ മനസ്സിൽ വിചാരിച്ചാൽ അത് ആര് അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നില്ല.
വായിക്കുന്നവര്. അതുകൊണ്ട് എടുത്തു പറയുന്നു കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോൺട്രാക്ട് ഇസ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുമ്പോ വായിക്കുന്ന ആൾക്കാർക്കും അറിയാം അതാണ് ഉദ്ദേശിച്ച അർത്ഥമെന്ന്. ഞാൻ പറഞ്ഞു പിടികിട്ടിയ? അപ്പൊ രണ്ട് ഗുണങ്ങളുണ്ട് ഡെഫിനിഷൻ സെക്ഷൻ വെക്കുന്നതിന്, രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ആക്ടിന്റെ ലാംഗ്വേജ് ഷോർട്ടൺ ആവും. രണ്ട്, ഓരോ വാക്കുകൾക്കും അതിന്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു കൊടുത്താൽ വ്യാഖ്യാനിക്കുമ്പോൾ എളുപ്പമാവും. ഈ രണ്ട് ഉദ്ദേശത്തോടെ വെക്കുന്ന സെക്ഷനാണ് ഡെഫിനിഷൻ ക്ലോസുകളുടെ സെക്ഷൻ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പിടികിട്ടിയ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബുക്കിലുള്ളത് ഞാനൊന്ന് വായിച്ചു തരട്ടോ. The legislature has the power to embody in a statute itself the definitions of its language, and it is quite common to find in the statutes definitions of certain words and expressions used in the body of the statute. നിയമത്തിനകത്ത് പറയുന്ന ചില വാക്കുകളുടെയൊക്കെ ഒരു അർത്ഥം. When a word or phrase is defined as having a particular meaning in the enactment, it is that meaning alone which must be given to it in interpreting a section of the act, unless there is anything repugnant in the context. നിങ്ങൾ ഒരു പർട്ടിക്കുലർ വാക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ട് വായിക്കുമ്പോൾ ആ അർത്ഥം കൊടുത്തോണ്ടേ ആ വാക്ക് മനസ്സിലാക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ വിചിത്രമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള അർത്ഥം വരുന്നുണ്ടെങ്കിൽ ആ അർത്ഥം വെക്കണ്ട. പക്ഷേ 99.9% നിങ്ങൾ ആക്ട് വായിക്കുമ്പോൾ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്ന ആ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ വാക്കുകൾ വ്യാഖ്യാനിക്കണം. പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? പല ടൈപ്പ് ഡെഫിനിഷൻസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ നോക്കാം. പക്ഷേ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ്. ദ പർപ്പസ് ഓഫ് എ ഡെഫിനിഷൻ ക്ലോസ് ഇസ് ടു ഫോൾഡ്. രണ്ട് ഉദ്ദേശമുണ്ട് ഡെഫിനിഷൻ ക്ലോസ് വെക്കുന്നതിന്. ഏതൊക്കെയാ? ടു പ്രൊവൈഡ് എ കീ ടു ദ പ്രോപ്പർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി എനാക്ട്മെന്റ്. എന്തിനാണ്? വ്യാഖ്യാനിക്കാൻ എളുപ്പമാക്കാൻ വാക്കുകളും അർത്ഥങ്ങളും. രണ്ടാമത്തതോ, ടു ഷോർട്ടൺ ദ ലാംഗ്വേജ് ഓഫ് ദി എനാക്ടിംഗ് പാർട്ട് ബൈ അവോയ്ഡിംഗ് repetition of the same words contained in the definition part every time the legislature wants to refer to the expressions contained in the definition. അതായത് വീണ്ടും കോൺട്രാക്ട് ഇസ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, കോൺട്രാക്ട് ഇസ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞു പോകുന്നത് ആക്ടിനെ തന്നെ അങ്ങ് വലുതാക്കും. അതിനും കാട്ടി നല്ലത് ഒരു സ്ഥലത്ത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്ന്. പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? അപ്പൊ അതാണ് ഡെഫിനിഷൻ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് പഠിക്കണം കേട്ടോ. ഞാൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിനകത്ത് ഏതൊക്കെ സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻ ആകാൻ, ഇതുവരെ ചോദിച്ചത് ഏതൊക്കെയാണ്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അവസാനം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ പഠിക്കണമെന്ന്. കാര്യം ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ കുറേ കാര്യങ്ങൾ പറയുന്നു. അതും ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് ദഹിച്ചു വരാൻ ഇച്ചിരി കൂടെ ഒരു സമയം എടുക്കും. കാര്യം ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു രീതി പറഞ്ഞാൽ പ്രോപ്പർ ലോ സ്റ്റുഡൻസ് പഠിക്കേണ്ട പോർഷനാണ്. ഇതെന്തല്ല കമ്പനീസ് ആക്ടോ കോൺട്രാക്ട് ആക്ടോ ബിസിനസ് നിയമമല്ല, എല്ലാ നിയമങ്ങളും എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാ പറയുന്നത്. അപ്പൊ നിയമത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ വേണം. ഇത് പ്രോപ്പർ ലോ ആണ്, ഇത് ബിസിനസ് ലോസ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വരാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെന്ന് ഇരിക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് എഴുതിക്കുക നിങ്ങളെ നോട്ട്ബുക്കിൽ. അതിന്റെ താഴെ തന്നെ ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് നടുക്ക് എഴുതണേ. ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ്. ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ്. എന്നിട്ട് അത് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ആദ്യത്തെ എഴുതിക്കോ, എക്സോസ്റ്റീവ് ഡെഫിനിഷൻ. എക്സോസ്റ്റീവ് ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. എക്സോസ്റ്റീവ് എന്ന് പറയും, റെസ്ട്രിക്റ്റീവ് എന്ന് പറയും, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. എക്സ്റ്റെൻസീവ് ഡെഫിനിഷൻ, റെസ്ട്രിക്റ്റീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡെഫിനിഷൻ. ഒരു കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പോലെ എഴുതിയാൽ മതി. വേറെ എഴുതണ്ട. റെസ്ട്രിക്റ്റീവ് ആൻഡ് extensive definitions. എഴുതിയോ? Restrictive and extensive definitions.
അടുത്തത് ആംബിഗ്വസ് ഡെഫിനിഷൻസ്. ആംബിഗ്വസ്. ambiguous definitions. മൂന്നാമത്തത് definitions subject to contrary context. Definitions subject to contrary context. എഴുതിയ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഏതാന്ന് ചോദിച്ചാലേ ഈ ആദ്യം എഴുതിയതാ, ഈ റെസ്ട്രിക്റ്റീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡെഫിനിഷൻ. അതിനെയാണ് എക്സോസ്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്നും പറയുന്നത്. എന്തെന്ന് പറയുന്നത്? എക്സോസ്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ്. അത് ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടാവും? നോക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിനെ എന്തെന്ന് വിളിക്കും? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന പോലെയും കൂടെ ഒന്ന് എഴുതിക്കോ. ഈ ആദ്യത്തെ താഴെ എന്ന് എഴുതിക്കോ. ഓൾസോ നോൺ ആസ് inclusive and exhaustive definitions. എഴുതിയോ? അങ്ങനെയാണെങ്കിലേ ഇത് ഓരോന്നും എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ ആണ്. ആദ്യത്തത് റെസ്ട്രിക്റ്റീവ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സോസ്റ്റീവ് ഡെഫിനിഷൻ. എന്താണത്? നമ്മൾ പല ഡെഫിനിഷൻസും വായിച്ചപ്പോഴേ കമ്പനീസ് ആക്ടിലാകാം, കോൺട്രാക്ട് ആക്ടിലാകാം, ചില വാക്കുകൾ ഡിഫൈൻ ചെയ്തപ്പോഴേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഡിഫൈൻ ചെയ്തത്. മീൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. യെസ്, ഫോർ എക്സാമ്പിൾ ഞാൻ കമ്പനീസ് ആക്ടിന്റെ ഡെഫിനിഷൻ ക്ലോസ് കാണിക്കാൻ പോയാണേ. കമ്പനീസ് ആക്ടിന്റെ ഡെഫിനിഷൻ ക്ലോസ് എടുക്കുമ്പോ കമ്പനീസ് ആക്ടിന്റെ ഡെഫിനിഷൻ ക്ലോസ് എടുക്കുമ്പോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടാ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. യെസ്. അതേപോലെ അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടാ. അപ്പലറ്റ് ട്രൈബ്യൂണൽ. അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ദ നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രൈബ്യൂണൽ. അപ്പോ നമ്മൾ കമ്പനീസ് ആക്ടിൽ എവിടെയെങ്കിലും അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്ന് കണ്ടാൽ ഒരേ ഒരു അർത്ഥമേ കൊടുക്കാവൂ. അവിടെ ഉദ്ദേശിക്കുന്നത് NCLAT. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻകം ടാക്സ് അപ്പലറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്, ഐറ്റാറ്റ് എന്ന് പറയും. നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫൈനലിലൊക്കെ പഠിക്കും. ഐറ്റാറ്റിലൊക്കെ നമ്മൾ എന്തിനാ പോകുന്നതെന്നൊക്കെ ഉള്ളൂ. ഓക്കെ, അതും ഒരു അപ്പലറ്റ് ട്രൈബ്യൂണലാണ്. പക്ഷേ കമ്പനീസ് ആക്ടിൽ അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് വെറും NCLT മാത്രം. അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് NCLT മാത്രമാണ് അപ്പലറ്റ് ട്രൈബ്യൂണൽ കമ്പനീസ് ആക്ട് വായിക്കുമ്പോൾ? കാര്യം അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്തപ്പോ മീൻസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തേ. ഒരു വാക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ മീൻസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥമല്ലാതെ വേറെ ഒരു അർത്ഥവും വരില്ല. ഇത് റെസ്ട്രിക്റ്റീവാ. നിങ്ങൾ വേറെ വ്യാഖ്യാനിച്ച് ഈ വാക്കിനകത്ത് വേറെ അർത്ഥങ്ങൾ കൊണ്ടുവരരുത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒരു വാക്ക് മീൻസ് വെച്ച് ഡിഫൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം ഇതല്ലാതെ വേറൊരു അർത്ഥമില്ല, ഇതല്ലാതെ വേറെ ഒന്നുമില്ല, ഈ വാക്ക് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം. അപ്പൊ അതൊരു റെസ്ട്രിക്റ്റീവ് ഡെഫിനിഷൻ ആണെന്ന് പറയും. നിങ്ങൾ വേറെ ഒന്നും ഇതിനകത്ത് ഇടിച്ചു കയറ്റരുത്. ഇത് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട ഡെഫിനിഷനാണ്, ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? അതൊരു എക്സോസ്റ്റീവ് ഡെഫിനിഷനാണ്, ഇതിനകത്ത് വേറെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത് എന്നാണ് മീൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് പിടികിട്ടിയ
കൂടുതലും ഡെഫിനിഷൻസ് നമ്മൾ കാണുന്നത് എങ്ങനെയാ? മീൻസ് വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാ ആണോ? അടുത്തത് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. എന്താണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്? അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് മീൻസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇതല്ലാതെ വേറെ അർത്ഥമില്ല അബ്രിജ്ഡ് പ്രോസ്പെക്ടസിന്. ഞാൻ പറഞ്ഞ പിടികിട്ടിയ? യെസ്. അടുത്തതോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്? മീൻസ് വേറെ അർത്ഥമല്ല, വേറെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇല്ല. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 10 പറയുന്ന സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും 143 സബ്സെക്ഷൻ 10 എന്താ പറയുന്നത്? നോക്കിക്കേ, 143 subsection 10. The central government may prescribe the standards of auditing or any addendum thereto as recommended by ICAI in consultation with and after examination and recommendations made by NFRA. എന്ന് വെച്ചാൽ എന്താ? ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ICA എന്ത് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്? ICA റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. ICA റെക്കമെൻഡ് ചെയ്തു. യെസ്. അത് പിന്നെ എന്തായി? അത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? പ്രിസ്ക്രൈബ് ചെയ്തു. ഞാൻ പറഞ്ഞു പിടികിട്ടിയ? യെസ്. അതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? NFRA അത് എക്സാമിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നാലേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സേ ഇന്റർനാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിചാരിച്ചോ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടും കുറെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അതായിക്കൂടെ? ആൻസർ അതായിക്കൂടാ. എന്തുകൊണ്ടാ? എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മീൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ കമ്പനീസ് ആക്ടിൽ എവിടെയെങ്കിലും കണ്ടാൽ അത് ഓൺലി ആൻഡ് ഓൺലി വൺ തിങ്, ICA റെക്കമെൻഡ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്ത സ്റ്റാൻഡേർഡ്സ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്. അപ്പോ ബേസിക്കലി റെസ്ട്രിക്റ്റീവ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വാക്ക് വ്യാഖ്യാനിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥമല്ലാതെ വേറൊരു അർത്ഥം നിങ്ങൾ കൊണ്ടുവരരുത്. മനസ്സിലായോ? യെസ്. ഇത് നോക്കിക്കോ. The definition of a word or expression in the definition section may either be restricting of its ordinary meaning or may be extensive of the same. When a word is defined to mean such and such, the definition is prima facie restrictive and exhaustive. We must restrict the meaning of the word to that given in the definition section. വേറെ ഒന്നും ഇടിച്ചു കയറ്റരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും റെസ്ട്രിക്റ്റീവ് ഡെഫിനിഷൻ എന്താണെന്ന് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഈ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ പറഞ്ഞുതരാം. നമ്മളെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിച്ചപ്പോഴേ ബിസിനസ് എന്നുള്ള വാക്ക് ഡിഫൈൻഡ് ആയിരുന്നു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ. ഓർമ്മയുണ്ടോ ഗൈസ്? ഷേബ ഓർമ്മയുണ്ടോ? യെസ്. പാർട്ട്ണർഷിപ്പ് ആക്ടില് ബിസിനസ് എന്നുള്ള വാക്ക് ഡിഫൈൻഡ് ആയിരുന്നു. ഓർമ്മയുണ്ടോ ഷേബ? യെസ്. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ ഷേബ, എന്താണ് ബിസിനസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഓർമ്മയുണ്ടാവണം. ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഏരിയാസ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ഷേബജി പറയൂ. ഷേബെ പറയൂ. ഓർമ്മയില്ല. ഷേബയ്ക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ടാ? ഇനി പറഞ്ഞ കാര്യമില്ല, ഞാൻ എടുത്ത്. സെക്ഷൻ 2 ക്ലോസ് ബി കൊടുത്തിരിക്കുന്നുണ്ടോ ഗൈസ്? സെക്ഷൻ 2 ക്ലോസ് ബി എന്താ പറയുന്നേ? ബിസിനസ് ഇൻക്ലൂഡ്സ് എവരി ട്രേഡ്, ഓക്യുപ്പേഷൻ, പ്രൊഫഷൻ എന്നാ പറയുന്നത് അല്ലേ? അപ്പോ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്നാ പറയുന്നത്. ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രേഡ് ആകാമെന്നാ പറയുന്നത്, പ്രൊഫഷൻ ആകാമെന്നാണ് പറയുന്നത്, എന്തെങ്കിലും തൊഴിൽ ഓക്യുപ്പേഷൻ ആകാമെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ചില ഡൗട്ടുകൾ വരും. ഫോർ എക്സാമ്പിൾ, സാറേ പാർട്ട്ണർഷിപ്പിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റൂ? ഇവിടെ ട്രേഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുക, വിൽക്കുക. ഉൽപ്പാദിപ്പിക്കുന്നില്ല, വാങ്ങുക, വിൽക്കുക. പ്രൊഫഷനോ? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസസ് റെൻഡർ ചെയ്യുക. ഓഡിറ്ററിന്റെ സർവീസസ്, ഡോക്ടറിന്റെ സർവീസസ്, ലോയറിന്റെ സർവീസസ്. ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൊഴിൽ, പ്ലംബിംഗ്,
മെക്കാനിക്സ് അവരൊക്കെ ചെയ്യുന്നത് ഒക്യുപ്പേഷനാണ്, തൊഴിലാ ചെയ്യുന്നത്. അപ്പൊ ഈ 3 വാക്കിന്റെ അർത്ഥത്തിൽ ഏത് ഓർഡിനറി ആയിട്ട് വരുന്നില്ല? മാനുഫാക്ചറിങ് എന്നുള്ള വാക്ക് വരുന്നില്ല. അപ്പൊ ഓബിയസ്ലി നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, സാറേ പാർട്ട്ണർഷിപ്പിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും? അടുത്ത ചോദ്യം, ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് ടീച്ചിങ് സർവീസസ് റെൻഡർ ചെയ്യാൻ പറ്റുമോ? ടീച്ചിങ് സർവീസസ് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, പറ്റുമോ? കാര്യം ട്രേഡിനകത്ത് ടീച്ചിങ് ഇല്ല. പ്രൊഫഷനകത്ത് ടീച്ചിങ് വരുമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് വരാം. ഒക്യുപ്പേഷനകത്ത് ടീച്ചിങ് വരുമെന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. ടീച്ചിങ് വരൂ. അടുത്ത നിങ്ങൾക്ക് ചോദിക്കാം, സാറേ ബാങ്കിങ് സർവീസസ് വരൂ, ഇൻഷുറൻസ് സർവീസസ് വരൂ. അതായത് ഒരു പാർട്ട്ണർഷിപ്പിന് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരു പാർട്ട്ണർഷിപ്പിന് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരില്ലേ? അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ബിസിനസ് എന്നുള്ള വാക്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻക്ലൂഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഈ 3 വാക്കുകളിൽ മാത്രം ചുരുങ്ങുന്നതല്ല ബിസിനസ് എന്നുള്ള വാക്ക്. ബിസിനസ് എന്നുള്ള വാക്ക് ട്രേഡ് ആകാം, പ്രൊഫഷൻ ആകാം, ഒക്യുപ്പേഷൻ ആകാം, ഇതുപോലെയുള്ള വേറെ എന്ത് വേണമെങ്കിലും ആകാം എന്നാണ് ഇൻക്ലൂഡ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ എപ്പോഴെങ്കിലും ഇൻക്ലൂഡ്സ് എന്നുള്ള വാക്ക് വെച്ച് ഒരു ഡെഫിനിഷനെ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന് ചുരുക്കരുത്, ഇതുപോലെയുള്ള വേറെ എന്ത് വേണമെങ്കിലും ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും ഞാൻ പറഞ്ഞ പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായ? അപ്പം പാർട്ട്ണർഷിപ്പിനകത്ത് ബിസിനസ് എന്നുള്ള വാക്കിനകത്ത് എന്ത് വരും? മാനുഫാക്ചറിങ് വരും, ടീച്ചിങ് വരും, ബാങ്കിങ് വരും, ഇൻഷുറൻസും വരും. എന്ത് ബിസിനസ്സും ചെയ്യാം, പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ്സും ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു പിടികിട്ടിയ? കാര്യം അത് എന്ത് ഡെഫിനിഷനാ? ഇറ്റ് ഈസ് ആൻ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? റെസ്ട്രിക്റ്റീവ് അല്ല, എക്സോസ്റ്റീവ് അല്ല, ഇറ്റ് ഇസ് ഇൻക്ലൂസീവ്. എവരിബഡി അണ്ടർസ്റ്റുഡ്? എവരിബഡി അണ്ടർസ്റ്റുഡ്? ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഒരു ആക്ടിലെ പേഴ്സൺ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പേഴ്സൺ ഇൻക്ലൂഡ്സ് കമ്പനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ചോദ്യം, ഈ പേഴ്സന്റെ ഡെഫിനിഷനകത്ത് പാർട്ട്ണർഷിപ്പ് ഫേം വരൂ? പേഴ്സന്റെ ഡെഫിനിഷനകത്ത് സോൾ പ്രൊപ്പറേറ്റർ വരൂ? പേഴ്സന്റെ ഡെഫിനിഷനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി വരൂ? പേഴ്സന്റെ ഡെഫിനിഷനകത്ത് ട്രസ്റ്റ് വരൂ? പേഴ്സന്റെ ഡെഫിനിഷനകത്ത് LLP വരൂ? പേഴ്സന്റെ ഡെഫിനിഷനകത്ത് HUF വരൂ? എന്റെ ചോദ്യം ഇതാ, വരുമോ? വരും. കാര്യം ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്. ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് കമ്പനി പോലെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. LLP ബിസിനസ് ചെയ്യാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. HUF ഒരു ബിസിനസ്സാ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ചെയ്യുന്ന ബിസിനസ്സാ. ട്രസ്റ്റ് ചിലപ്പോൾ ബിസിനസ് ചെയ്യാനായിരിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റി ബിസിനസ് ചെയ്യാനായിരിക്കും, പാർട്ട്ണർഷിപ്പ് ഫേം ബിസിനസ് ചെയ്യാനായിരിക്കും, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ചെയ്യാനാ. അപ്പോ കമ്പനി പോലുള്ള വേറെ ഏതും എന്താകാം? പേഴ്സന്റെ ഡെഫിനിഷനിൽ വരാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതെന്തുണ്ടാ? ഇൻക്ലൂസീവ് ആണ് ഡെഫിനിഷൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? അപ്പൊ ബേസിക്കലി 2 ടൈപ്പ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഏതാ? ഒന്ന് റെസ്ട്രിക്റ്റീവും ഒന്ന് എക്സ്റ്റെൻസീവും. റെസ്ട്രിക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലാതെ വേറൊന്നുമില്ല, മീൻസ്. എക്സ്റ്റെൻസീവോ? ഇൻക്ലൂഡ്സ്. ഇൻക്ലൂസീവ് എക്സോസ്റ്റീവ് ഡെഫിനിഷൻ എന്നും പറയും. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്. But where the word is defined to include such and such, the definition is prima facie extensive. Here the word is not defined, not restricted to the meaning assigned to it, but has extensive meaning, which also includes the meaning assigned to it in the definition section. We may also find a word being defined as means and includes. ഇതെന്താണ് means and includes? ചില സമയത്തെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, means and includes എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാ. ഇതെങ്ങനെയാ? ഇതൊരു രീതിയിൽ പറഞ്ഞ സെമി ഇൻക്ലൂസീവാ. സെമി. മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് പറഞ്ഞാലേ ഒരു രീതിയിൽ പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവാ. കാര്യം മീൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കൂടാതെ ഇതുപോലെ ഇരിക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും.
എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുക. അപ്പോ ഞാനൊരു ഡെഫിനിഷൻ കാണിച്ചു തരാം, കമ്പനീസ് ആക്ടിൽ തന്നെ. ഓക്കെ, ഒരു ഡെഫിനിഷൻ കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ഡെഫിനിഷനാണ്. ഇത് കണ്ട, prospectus means any document described or issued as a prospectus and includes a red herring prospectus or shelf prospectus or any notice, circular, advertisement or document inviting offers from public for the subscription or purchase of any securities of a body corporate. അപ്പം ഈ ഒരു ഡെഫിനിഷൻ ഇല്ലേ 2/70 കമ്പനീസ് ആക്ടിന്റെ 2/70 പ്രോസ്പെക്ടസ് എന്നുള്ള ഡെഫിനിഷനിൽ എന്തുണ്ട്? മീൻസും ഉണ്ട്, ഇൻക്ലൂഡ്സും ഉണ്ട്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ ഡോക്യുമെന്റ് ആണോ? ഓഫർ ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ? ആ ബോഡി കോർപ്പറേറ്റിന്റെ സെക്യൂരിറ്റീസ് ആണോ? യെസ്. അവരെങ്ങനെയാ പറയുന്നത്? പ്രോസ്പെക്ടസ് മീൻസ് എനി ഡോക്യുമെന്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്ത എന്ത് ഡോക്യുമെന്റും പ്രോസ്പെക്ടസ് ആണ്. മനസ്സിലായോ? അപ്പൊ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്യണോ? അത് കൂടാതെ റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് ഒരു പ്രോസ്പെക്ടസാ, ഷെൽഫ് പ്രോസ്പെക്ടസ് ഒരു പ്രോസ്പെക്ടസാ. അതുകൂടാതെ വേറെ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ സർക്കുലറോ നോട്ടീസോ എന്തുദ്ദേശത്തോടെ കൊടുത്തു? ഇൻവൈറ്റിംഗ് ഓഫേഴ്സ് ഫ്രം പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. എന്നാൽ അതും എന്താവും? പ്രോസ്പെക്ടസ് ആവും. അപ്പൊ അടുത്ത ചോദ്യം, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് ഡോക്യുമെന്റ്സ് അല്ലേ? ഡോക്യുമെന്റ്സ് അതൊരു ഡോക്യുമെന്റാ, എന്നാൽ അത് പ്രോസ്പെക്ടസ് ആണോ? ആൻസർ ഇസ് നോ. അത് പ്രോസ്പെക്ടസ് അല്ല. കാര്യം എന്താ? അത് വെച്ചോണ്ട് എന്ത് ചെയ്യുന്നില്ല? പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ? ആ ബോഡി കോർപ്പറേറ്റ് ആകുന്ന കമ്പനിയുടെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതെന്തല്ല? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആകുന്ന ഡോക്യുമെന്റ് എന്തല്ല? പ്രോസ്പെക്ടസ് അല്ല. അപ്പൊ ഇവിടെ പ്രോസ്പെക്ടസ് എന്താന്ന് ചോദിച്ചാൽ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ് പ്ലസ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് പ്ലസ് ഷെൽഫ് പ്രോസ്പെക്ടസ് പ്ലസ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്തത്. ഇത് ഇത്രയും മാത്രമാണ് പ്രോസ്പെക്ടസ്. അപ്പൊ ഒരു രീതി പറഞ്ഞാൽ ഇൻക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ഇൻക്ലൂസീവ് അല്ല. പൂർണ്ണമായിട്ട് ഇൻക്ലൂസീവ് ആയിരുന്നെങ്കിൽ എന്ത് ഡോക്യുമെന്റ് പ്രോസ്പെക്ടസ് ആയിരുന്നു? ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്ത് ഡോക്യുമെന്റ്സ് മാത്രമേ പ്രോസ്പെക്ടസ് ആകുള്ളൂ? ഷെൽഫ്, റെഡ് ഹെയറിംഗ്. പ്രോസ്പെക്ടസ് പറഞ്ഞ് ഇഷ്യൂ ചെയ്തത് എന്തുദ്ദേശത്തോടെ? ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പൊ അതിൽ ചുരുങ്ങുകയാണ് ആ ഡെഫിനിഷൻ. പ്രോസ്പെക്ടസ് പറഞ്ഞ ഡെഫിനിഷൻ എന്താവുന്നില്ല? അത് എൻലാർജ് ആവുന്നില്ല. അപ്പൊ അതിന്റെ സ്കോപ്പ് ആ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങണം. അപ്പൊ ഒരു രീതി പറഞ്ഞാൽ അതെന്താ? റെസ്ട്രിക്റ്റീവ് ഡെഫിനിഷനാണ്. മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോ ഒരു രീതി പറഞ്ഞാൽ സെമി ഇൻക്ലൂസീവ് അല്ലെങ്കിൽ സെമി റെസ്ട്രിക്റ്റീവ് ആണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ വീഡിയോ? യെസ്, ഞാൻ വായിച്ചു തരാം. We may also find a word being defined as means and includes such and such. In this case, the definition would be exhaustive. Restrictive. On the other hand, if the word is defined to apply to and include, the definition is understood as extensive. To apply to and include എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഇൻക്ലൂസീവ് ആണ്. ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്. ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്. മീൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ അത് റെസ്ട്രിക്റ്റീവ് ആണ്. മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ അത് വീണ്ടും റെസ്ട്രിക്റ്റീവ് ആക്കാൻ നോക്കിയ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. അതുകൂടാതെ എനി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലേ, മീൻസ് ഒന്നും ഇല്ലാതെ വെറും എനി മാത്രം, മീൻസ് ഒന്നും ഇല്ല പക്ഷെ വെറും എനി മാത്രം, എനി എന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ അത് വീണ്ടും ഇൻക്ലൂസീവ് ആകും. The usage of word any in the definition connotes extension for any is a word for every wide meaning and prima facie use of it excludes limitation. Limitation illa, excludes limitation. ഒരു എന്തില്ല? സ്കോപ്പ് ഇല്ല. എന്ത് വേണമെങ്കിലും ആകാം. എനി എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും എന്നുള്ളൊരു അർത്ഥം. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടിക്കുക. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഡെഫിനിഷൻ ഉണ്ട് ഗൈസ്? ഇൻക്ലൂസീവ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ഉണ്ട്. ആണോ? എക്സ്റ്റെൻസീവ്, ഐ മീൻ ഇൻക്ലൂസീവ് എക്സ്റ്റെൻസീവ് ഒന്ന് തന്നെ, റെസ്ട്രിക്റ്റീവും പിന്നെ എക്സോസ്റ്റീവ്.
അതും ഒന്ന് തന്നെയാ. ഇൻക്ലൂസീവ് ഡെഫിനിഷനും ഉണ്ട്, പിന്നെ എക്സോസ്റ്റീവ് ഡെഫിനിഷനും ഉണ്ട്, അല്ലേ? ഇതാ ഇവിടെ കണ്ടോ, സെക്ഷൻ 2 ക്ലോസ് M കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ contains an inclusive definition of person. കാര്യം പേഴ്സൺ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് ആക്ടാ ഗൈസ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ 2 ക്ലോസ് M എന്നുള്ള വാക്ക് എങ്ങനെയാ, എന്താണ് ആ വാക്ക് നോക്കാം. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയല്ലേ അവർ പറയുന്നേ? ഏതാ അത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അയ്യോ, ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആയി. കൺസ്യൂമർ യെസ് കിട്ടി. ഇതിൽ ഡെഫിനിഷൻസ് എടുക്കുകയാണേ. ഡെഫിനിഷനകത്ത് 2 ക്ലോസ് M ദാ പേഴ്സൺ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷനാണ്. പേഴ്സൺ ഇൻക്ലൂഡ്സ് എ ഫേം whether registered or not, HUF, cooperative society, every other association of persons whether registered under Societies Registration Act or not. അപ്പൊ ഇവിടെ കമ്പനി ഇല്ല. അപ്പൊ ചോദ്യം ഇതാണ്, ഇതിനകത്ത് കമ്പനി വരുമോ? ഈ പേഴ്സന്റെ ഡെഫിനിഷനകത്ത് വരും. ഇൻക്ലൂഡ്സ് പറഞ്ഞാ പറയുന്നത് അല്ലേ? ട്രസ്റ്റ് വരുമോ? വരും. ഇൻക്ലൂഡ്സ് എന്നാ പറയുന്നത് അല്ലേ? LLP വരുമോ? വരും. ഇൻക്ലൂഡ്സ് എന്നാ പറയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആയത് ആണോ? എല്ലാവർക്കും പറഞ്ഞു പിടിക്കുക. യെസ് യെസ്, അതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എക്സാമ്പിൾ. A definition section may also be worded as deemed to include. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചിരിക്കുക. Deemed to include. അപ്പം ഇതിനെ ഡീമിംഗ് പ്രൊവിഷൻ എന്നും കൂടെ പറയും. ഡീമിംഗ് പ്രൊവിഷൻ. ഡീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല് ഇറ്റ് ഇസ് ലീഗൽ ഫിക്ഷൻ. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യം അല്ലാത്തത്. ലീഗൽ ഫിക്ഷനോ? ഒരു കഥ, നിയമത്തിലുള്ള ഒരു കഥ. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുക, ഈ ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്? ഡൊമസ്റ്റിക് അനിമൽസ് സാധാരണ രീതിയിൽ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദോസ് വി ക്യാൻ ഡൊമസ്റ്റിക്കേറ്റ്. ആണോ? എക്സാമ്പിൾസ് ഏതൊക്കെയാ ഗൈസ് ഡൊമസ്റ്റിക് അനിമൽസിന്റെ? ഈ കാറ്റ്, ഡോഗ്, കൗവ്, ഷീപ്പ്, ഇതൊക്കെ ഡൊമസ്റ്റിക് അനിമൽസ് അല്ലേ? ആണോ? യെസ്. എന്നാലേ കേരളയിലൊക്കെ പണ്ട് എന്ത് ചെയ്യുമായിരുന്നു എന്നറിയോ? ആനകളെ വീട്ടിൽ വളർത്തുമായിരുന്നു. ആന യഥാർത്ഥത്തിൽ എന്താ? എലിഫന്റ്. What is an elephant? Elephant is a wild animal. Elephant is a wild animal. You don't normally domesticate it. It is a wild animal. അപ്പൊ കേരളയില് ഈ അനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അതിനകത്ത് ഡൊമസ്റ്റിക് അനിമൽ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഡൊമസ്റ്റിക് അനിമൽസ് ഇൻക്ലൂഡ്സ് കാറ്റ്, ഡോഗ്, കൗ, ഷീപ്പ്, ഗോട്ട് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഡീം ടു ഇൻക്ലൂഡ് എലിഫന്റ്. യഥാർത്ഥത്തിൽ എലിഫന്റ് എന്തല്ല? ഡൊമസ്റ്റിക് അല്ല. പക്ഷേ അങ്ങനെ ഒരു ഫിക്ഷൻ കൊണ്ടുവരിക. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യം അല്ലാത്തൊരു കാര്യം നമ്മൾ അങ്ങനെ കൊണ്ടുവരിക. എങ്ങനെ? ലീഗലി കൊണ്ടുവരിക. അപ്പൊ എന്തിനേയും കൂടെ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവന്നു. ലീഗലി ഒരു ഫിക്ഷൻ കൊണ്ടുവന്നു എലിഫന്റിനെ. വേറൊരു എക്സാമ്പിൾ പറയാം. ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഈ പണക്കാരായ ഷെയ്ഖുമാർ എന്ത് ചെയ്യുന്ന അറിയാം? അവര് ലെപ്പേർഡ്സിനെയും ടൈഗേഴ്സിനെയും ഒക്കെ വളർത്തും. നിങ്ങൾ ആലോചിച്ച് പറ, ടൈഗറും ലെപ്പേർഡും ഒക്കെ ഡൊമസ്റ്റിക് അനിമലാണ്.
അല്ല. പക്ഷെ ഡൊമസ്റ്റിക് ആനിമലിന്റെ ഡെഫിനിഷനകത്തെ അവരിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഡീം ടു ഇൻക്ലൂഡ്. ആദ്യം ഒരു കൗ ഷീപ്പ് എന്നൊക്കെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഡീം ടു ഇൻക്ലൂഡ് ലെപ്പേർഡ് എന്ന് പറയും. കാര്യം അവിടെ അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ ലീഗലി എന്ത് ചെയ്തു, സയന്റിഫിക്കലി സ്പീക്കിംഗ് അല്ലെങ്കിൽ ബയോളജിക്കലി സ്പീക്കിംഗ് അത് ഡൊമസ്റ്റിക് അല്ലേലും അങ്ങനെ അതിനെ ഡൊമസ്റ്റിക് പോലെ ആക്കിക്കൊണ്ടുവന്നു ലീഗലി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതെന്താ, അത് ഡീമിംഗ് പ്രൊവിഷൻ ആണെന്ന് പറയും. യാഥാർത്ഥ്യമല്ല അത്, പക്ഷെ നിയമത്തിൽ അങ്ങനെ ഒരു ഫിക്ഷൻ കൊണ്ടുവന്നു. അതായത് എലിഫന്റും ലെപ്പേർഡും എന്താണെന്നുള്ള ഫിക്ഷൻ ഡൊമസ്റ്റിക് ആണെന്നുള്ള ഫിക്ഷൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതിനെയാണ് ഡീമിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതില്ല, പക്ഷെ അങ്ങനെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതാണ് ഡീമിംഗ് പ്രൊവിഷൻ. നിങ്ങൾ പല ഡീംഡ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? യെസ്, ഞാൻ വായിക്കട്ടോ. A section may also be worded as is deemed to include, which again is an inclusive or extensive definition, as a word are used to bring in by a legal fiction something within the word defined, which according to its ordinary meaning is not included within it. Ordinarily അത് വരില്ല, ലെപ്പേർഡ് ഒന്നും വരില്ല, എലിഫന്റ് ഒന്നും വരില്ല. അതൊക്കെ എന്താ, വൈൽഡ് അനിമലാ. ആണോ ഗൈസ്? യഥാർത്ഥത്തിൽ വരില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ലീഗലി അങ്ങനെ ഒരു ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനെയും കൂടെ ഇതിന്റെ ആംബിറ്റിൽ കൊണ്ടുവന്നു. ആണോ ഗൈസ്? ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇപ്പൊ ലെപ്പേർഡ് നോക്കിയാൽ അതൊരു വൈൽഡ് അനിമൽ, അത് ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല. അതിന്റെ യൂഷ്വൽ മീനിങ് നോക്കുമ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലെപ്പേർഡ് ഇസ് നോട്ട് എ ഡൊമസ്റ്റിക് അനിമൽ, ഇറ്റ്സ് എ വൈൽഡ് അനിമൽ. ഇറ്റ്സ് എ വൈൽഡ് അനിമൽ. ബട്ട് we can bring it within the ambit of a domestic animal by using what provision? Deeming provision. Everybody understood what deeming provisions mean? Everybody understood deeming provision? Yes? Everybody understood? So this is the differences between these kind of definitions. That is inclusive definition and exhaustive definition. Everybody understood? Yes? Restrictive and extensive definition. Everybody understood? Yes. Next is ambiguous definition. Ambiguous എന്ന് പറഞ്ഞാൽ വ്യക്തത ഇല്ലാത്തത്. ഫോർ എക്സാമ്പിൾ, സെക്ഷൻ 2 ക്ലോസ് 46 ഇല്ലേ, ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനിഷനാണ്. ഞാൻ ആ ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനിഷൻ ഒന്ന് കാണിച്ചു തരട്ടോ. സെക്ഷൻ ഏതാണ് ഗൈസ്? 2 ക്ലോസ് 46, കമ്പനീസ് ആക്ടിന്റെ തന്നെ. ഞാൻ മിക്കതും കമ്പനീസ് ആക്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും പറയുന്നത്, നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഗ്രിപ്പ് കിട്ടാൻ. കാര്യം കമ്പനീസ് ആക്ട് ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ആക്ട്. കമ്പനീസ് ആക്ടിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാലേ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് അതർ കമ്പനീസ് ആർ സബ്സിഡറി കമ്പനീസ്. ബാക്കി കമ്പനികൾ സബ്സിഡറി ആണെങ്കിൽ ഇത് ഹോൾഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം കിട്ടിയ? നിങ്ങൾക്ക് ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ബാക്കി കമ്പനികൾ സബ്സിഡറി ആണെങ്കിൽ ഇത് ഹോൾഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എങ്ങനെയാണ് ഈ ബന്ധം വന്നത്? വ്യക്തതയില്ല. അപ്പൊ ഇത് എന്ത് ഡെഫിനിഷൻ ആകും? വ്യക്തതയില്ലാത്ത ആംബിഗ്വസ് ഡെഫിനിഷൻ ആവും. ഒരു ആംബിഗ്വസ് ഡെഫിനിഷൻ വന്നാലേ വേറെ സെക്ഷൻസ് വായിച്ച് അതിൽ വ്യക്തത കൊണ്ടുവരണം. എന്നാൽ ഹോൾഡിംഗ് കമ്പനി എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തും കൂടെ ചേർത്ത് വായിക്കണമെന്നറിയോ? 2 ക്ലോസ് 87 എന്താണ്? സബ്സിഡറി കമ്പനി എന്താന്ന് വായിക്കണം. സബ്സിഡറി കമ്പനി എന്താന്ന് വായിക്കുമ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്നുള്ള വാക്കിന്റെ വ്യക്തത കൂടും. അപ്പൊ ഈ ആംബിഗ്വിറ്റി എന്താവും? ഇല്ലാതാവും. വ്യക്തത ഇല്ലാതാവും. ഐ മീൻ അവ്യക്തത ഇല്ലാതാവും, വ്യക്തത വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഞാൻ സെക്ഷൻ 2 ക്ലോസ് 87 എടുത്താൽ സബ്സിഡറി കമ്പനി എന്താന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേ കമ്പനിയാണ് എന്താവുന്നത്? ഹോൾഡിംഗ് കമ്പനി ആവുന്നത്. ഞാൻ പറഞ്ഞ കിട്ടിയ? അപ്പൊ ആംബിഗ്വസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തതയില്ലാത്ത ഡെഫിനിഷൻ. ഒരു രീതി പറഞ്ഞാൽ അങ്ങനത്തെ ഡെഫിനിഷൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഡെഫിനിഷനിലൂടെ നമ്മൾ വ്യക്തത കൊണ്ടുവരാനാണ് നോക്കുന്നത്. വീണ്ടും വ്യക്തത ഇല്ലായ്മയിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് അതിന്റെ ഉപയോഗം? ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. അപ്പൊ ആംബിഗ്വസ് ഡെഫിനിഷൻ. Sometimes we may find that definition section may itself be ambiguous, and so it may have to be interpreted in the light of other provisions of the Act and having regard to the ordinary meaning of the word defined. Such type of definition is not to be read in isolation. എന്ന് വെച്ചാൽ എന്താ? അത് ഒറ്റയ്ക്ക് വായിച്ചാൽ ഒരു വ്യക്തതയും വരില്ല.
ഹോൾഡിംഗ് കമ്പനി ഒറ്റയ്ക്ക് വായിച്ചാൽ ഒരു വ്യക്തതയും വരില്ല. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഹോൾഡിംഗ് കമ്പനിയുടെ വാക്കിന് വ്യക്തത വരുന്നത്. It must be read in the context of the phrase which it defines, realizing that the function of a definition is to give accuracy and certainty to a word or phrase which would otherwise be vague and uncertain, but not to contradict it or dispose it altogether. ബേസിക്കലി അവർ എന്താ ഉദ്ദേശിക്കുന്നത്? ആംബിഗ്യസ് ഡെഫിനിഷൻ വരികയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് വായിക്കരുത്, ഐസൊലേറ്റഡ് ആയിട്ട് വായിക്കരുത്, അതും വേറെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തത വരുന്നു. മനസ്സിലായോ? ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ടെർമിനേഷൻ ഓഫ് സർവീസ്. നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എംപ്ലോയി റിലേഷൻഷിപ്പില്ലേ, ഇത് എപ്പോഴൊക്കെയാ തീരുന്നേ? ചിലപ്പോ റിട്ടയർമെന്റ് ആവുമ്പോൾ തീരും. ആണോ ഗൈസ്? എംപ്ലോയി റിലേഷൻഷിപ്പ് എപ്പോഴാ തീരുന്നേ? റിട്ടയർമെന്റ് ആവുമ്പോൾ തീരും. ടെർമിനേഷൻ ആവുമ്പോൾ തീരും. ഈ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു വിട്ടു. അതിന്റെ റീസൺ എന്തായിരിക്കും ഗൈസ്? ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ ഡിസിപ്ലിൻ ഇല്ലാതെ എംപ്ലോയി പ്രവർത്തിക്കുമ്പോൾ, എംപ്ലോയിയുടെ പെർഫോമൻസ് മോശമാകുമ്പോൾ എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യും, പറഞ്ഞു വിടും. ആണോ? എംപ്ലോയി ചിലപ്പോൾ എന്ത് ചെയ്യും? റിസൈൻ ചെയ്തെന്നും ഇരിക്കും. എന്ന് വെച്ചാൽ എന്താ? സ്വയമേ ഇറങ്ങിപ്പോയി. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞ് ഇറങ്ങി. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടു. റിസൈൻ ചെയ്തെന്ന് പറഞ്ഞാലോ സ്വയമേ ഇറങ്ങിപ്പോയി. ഇതുപോലെ വേറൊരു വാക്കുണ്ട്, റിട്രഞ്ച്മെന്റ്. റിട്രഞ്ച്മെന്റ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല്, ഒരു കമ്പനി എംപ്ലോയീസിനെ പറഞ്ഞു വിട്ട്, ഒരു രീതി പറഞ്ഞ ടെർമിനേഷനാണ്, പക്ഷെ അത് ടെർമിനേഷൻ അല്ല. കമ്പനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് കമ്പനി എന്ത് ചെയ്തു? ലേ ഓഫ് ചെയ്തു. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ പേരെ അങ്ങ് കമ്പനി പറഞ്ഞു വിട്ട്. അപ്പൊ എന്തുകൊണ്ടല്ല പറഞ്ഞു വിട്ടത്? അവരുടെ ഇൻഡിസിപ്ലിനോ അവരുടെ പെരുമാറ്റത്തിന്റെ പ്രശ്നമോ പെർഫോമൻസിന്റെ പ്രശ്നമോ കാരണമൊന്നും അല്ല. കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കമ്പനി എടുത്ത ഒരു എക്കണോമിക് ഡിസിഷൻ ആണത്. എന്ന് വെച്ചാൽ എന്താ? പൈസ ഇല്ലാത്തതുകൊണ്ട് എടുത്ത ഡിസിഷൻ ആണത്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവരെ പറഞ്ഞു വിടത്തില്ലായിരുന്നു. അതിനെയാണ് റിട്രഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? Did you understand the meaning of the word retrenchment? What do you mean by retrenchment? Retrenchment means it is an economic decision taken by an entity when the staff is laid off. ഒരു 5000 എംപ്ലോയീസിനെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പറഞ്ഞു വിട്ടു. എന്ന് വെച്ചാൽ എന്താ? 5000 എംപ്ലോയീസ് ഇല്ലാതാവും. കാരണം എന്താണ്? അവരുടെ മോശ പെർഫോമൻസോ ഇൻഡിസിപ്ലിനോ ഒന്നുമല്ല, കമ്പനിയുടെ പൈസ ഇല്ല, അതാണ് കാരണം. മനസ്സിലായോ? യെസ്, ഇത്രയും പിടി കിട്ടിയോ? അപ്പൊ റിട്രഞ്ച്മെന്റ് എന്താന്ന് പിടി കിട്ടിയല്ലോ, റെസിഗ്നേഷൻ എന്താന്ന് പിടി കിട്ടിയല്ലോ, ടെർമിനേഷൻ എന്താന്ന് പിടി കിട്ടിയല്ലോ, റിട്ടയർമെന്റ് എന്താന്ന് പിടി കിട്ടിയല്ലോ. യെസ്, ചില നിയമങ്ങളുണ്ട്, അതിനെ ഇൻഡസ്ട്രിയൽ ലോസ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്യാറ്റ് ഒക്കെ എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം. ഇൻഡസ്ട്രിയൽ ലോസ്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, പേയ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്, ബോണസ്, പിന്നെ ഏതാ, ഫാക്ടറീസ് ആക്ട്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ലോസ്. ആണോ? അതിനകത്താണ് കൂടുതൽ ഈ റിട്രഞ്ച്മെന്റ് എന്നൊക്കെയുള്ള വാക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് എ സീസണൽ വർക്കർ ആഫ്റ്റർ ദ വർക്ക് വാസ് ഓവർ ഡസ് നോട്ട് അമൗണ്ട് ടു റിട്രഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് സീസണൽ വർക്കറാണ്. ഫോർ എക്സാമ്പിൾ, 12 മാസം ഉണ്ട് എന്ത്, ഒരു വർഷം. പക്ഷെ ഈ 12 മാസത്തിൽ 8 മാസം മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. കാര്യം അത് സീസണൽ വർക്കാണ്. ബാക്കി 4 മാസവും എന്താണ്? സീസൺ അല്ലാത്തതുകൊണ്ട് അവര് ജോലിക്ക് വരുത്തില്ല. അപ്പൊ ഇതെന്തല്ല? ഇത് റിട്രഞ്ച്മെന്റ് അല്ല. ആ സീസൺ കഴിഞ്ഞിട്ട് അവർ പോകുന്നത് എന്തല്ല? റിട്രഞ്ച്മെന്റ് അല്ല. അതെന്തുകൊണ്ടാ? അവരെ പറഞ്ഞു വിട്ടതല്ല, സീസൺ കഴിഞ്ഞുകൊണ്ട് അവർ പോയതാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അത് ടെർമിനേഷനും അല്ല റിട്രഞ്ച്മെന്റും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏത് ആക്ടില്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. അപ്പോ ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് എ സീസണൽ വർക്കർ ആഫ്റ്റർ ദ വർക്ക് വാസ് ഓവർ ഡസ് നോട്ട് അമൗണ്ട് ടു റിട്രഞ്ച്മെന്റ് എന്ന്. അത് അവരെ എന്ത് കാരണം പറഞ്ഞു വിട്ടതല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു വിട്ടതല്ല. ഇറ്റ് ഇസ് നോട്ട് എൻ എക്കണോമിക് ഡിസിഷൻ. ഇറ്റ് ഇസ് വാട്ട് ഡിസിഷൻ? ഇറ്റ് ഇസ് ബിക്കോസ് ദ സീസൺ ഇസ് ഓവർ. മനസ്സിലായോ? ബട്ട് ദ ടെർമിനേഷൻ of an employment of a daily wager who is engaged in a project on completion of the project will amount to retrenchment if the worker had not been told when employed that his employment will end on completion of the project. ഇതെന്താന്ന് വെച്ചാല്, ഈ കോൺട്രാക്ടേഴ്സെ പ്രൊജക്ട് ബേസിസിലായിരിക്കും എന്തെടുക്കുന്നത്? വർക്ക് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീട് പണിയാനുള്ള ഒരു പ്രൊജക്ട്, അത് കഴിഞ്ഞാൽ അടുത്ത വീട് പണിയണം, അത് കഴിഞ്ഞിട്ട് അടുത്ത വീട് പണിയണം. ആണോ? ഇങ്ങനെ പോവുക ആണോ?
സാധാരണ രീതിയിൽ ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്തവരെ തന്നെയാണ് അടുത്ത പ്രൊജക്റ്റിൽ വീണ്ടും ഇടുന്നത്. പക്ഷെ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരാളെ വിളിച്ചില്ല. അപ്പൊ ഒരു രീതി പറഞ്ഞാൽ അതെന്താവും? അത് റിട്രെഞ്ച്മെന്റ് ആവും. കാര്യം എന്താ? ചിലപ്പം അത്രയും നേരെ വെച്ചുകൊണ്ട് അടുത്ത പ്രൊജക്റ്റിൽ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അപ്പൊ അതെന്താ? അത് റിട്രെഞ്ച്മെന്റാ. പക്ഷെ സീസൺ കഴിഞ്ഞ് അവരെ തിരിച്ചു വിളിക്കാതിരിക്കുന്നത് എന്തല്ല? അത് റിട്രെഞ്ച്മെന്റ് അല്ല എന്നാ പറയുന്നത്. കാര്യം സീസൺ അല്ലാത്തതുകൊണ്ട് ജോലി ഇല്ല, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അല്ലാതെ എന്തുകൊണ്ടല്ല? പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? But the termination of employment of a daily wager who is engaged in a project on completion of the project will amount to retrenchment. കാര്യം അടുത്ത പ്രൊജക്റ്റിൽ വിളിക്കാതിരുന്നാൽ അത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടായിരുന്നു നിന്റെ ജോലി കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെയും ചെയ്തില്ല, പറഞ്ഞു വിട്ടതുമില്ല, തിരിച്ചു വിളിക്കുന്നതുമില്ല അടുത്ത പ്രൊജക്റ്റ്. അപ്പൊ അതെന്താ? അത് റിട്രെഞ്ച്മെന്റ് ആണ്. തിരിച്ചു വിളിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എംപ്ലോയറിന് കൊടുക്കാൻ എന്ന് കോടതി ഈ കേസിൽ വ്യാഖ്യാനിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. കോടതി വ്യാഖ്യാനിച്ചത് അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതെന്താണ് ഡെഫിനിഷൻ സബ്ജക്ട് ടു കോൺട്രറി കോണ്ടെക്സ്റ്റ് എന്നാന്ന് വെച്ചാല്, കമ്പനീസ് ആക്ടിൽ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഏത് വാക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ മീൻസ് the adverse remarks given by an auditor of the company. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ക്വാളിഫിക്കേഷൻ എന്താണ്? മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആര് പറയുന്നത്? ഓഡിറ്റർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ, അത് ഏത് കോണ്ടെക്സ്റ്റിൽ വായിക്കണം? ഓഡിറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ വായിക്കണം. ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടെക്സ്റ്റിൽ വായിക്കണം. എന്നാലേ ഈ അർത്ഥം കൊടുക്കാൻ പറ്റൂ. അല്ലാതെ എല്ലാ സ്ഥലത്തും ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ക്വാളിഫിക്കേഷൻ ഓഫ് കീ മാനേജറൽ പേഴ്സണൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ക്വാളിഫിക്കേഷൻ ഓഫ് ചെയർമാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ വാക്ക്, അതായത് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഈ വാക്ക് ഈ അർത്ഥം കൊടുത്താൽ വിചിത്രമായിട്ടുള്ള അർത്ഥങ്ങൾ വരും. അപ്പൊ അതെന്താ? ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫിക്കേഷനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പൊ സബ്ജക്ട് ടു എ കോണ്ടെക്സ്റ്റ്. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? കോൺട്രറി ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് വന്നാൽ ഈ അർത്ഥം കൊടുക്കരുത്. അതായത് വിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ, ഓഡിറ്റർ റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമല്ല. ഓഡിറ്റർ നൽകുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും അല്ല ക്വാളിഫിക്കേഷൻ. അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം എന്ന് നേരത്തെ ഡെഫിനിഷൻ എടുത്തു പറയും. ഇത് കണ്ടോ? when a word is defined to bear a number of inclusive meanings. ഫോർ എക്സാമ്പിൾ ക്വാളിഫിക്കേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? യോഗ്യത എന്നുള്ള ഒരു അർത്ഥവും വരാം. The sense in which the word is used in a particular provision must be ascertained from the context of the scheme of the act, the language of the provision and the object intended to be served thereby. അപ്പൊ അവിടെ നമ്മൾ ആ അർത്ഥം എല്ലാ ക്വാളിഫിക്കേഷൻ എന്നുള്ള വാക്കിനും കൊടുക്കരുത്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. യെസ്, എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? ഇത് ഇത്രയാണ് ഡെഫിനിഷനെ പറ്റിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, ഡെഫിനിഷൻ സെക്ഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എയ്ഡാണ്. ഒരു വാക്കിന്റെ അർത്ഥം എടുത്തു പറയുക, അപ്പൊ അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അടുത്തത് ഇല്ലസ്ട്രേഷൻസ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. അടുത്ത ഇന്റേണൽ എയ്ഡ്, ഇല്ലസ്ട്രേഷൻസ്. ചോദ്യമാണ് എന്താണ് ഇല്ലസ്ട്രേഷൻ? ഗൈസ്, ആക്ടിൽ പല കാര്യങ്ങളും പറയും, അത് റിയൽ ലൈഫിൽ എങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പൊ ഈ എക്സാമ്പിൾസ് ആണ് ഒരു രീതി പറഞ്ഞാൽ ഇല്ലസ്ട്രേഷൻ. ആക്ടിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എങ്ങനെ ആക്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് റിയൽ ലൈഫിൽ അത് എങ്ങനെ വരാം എന്നുള്ള എക്സാമ്പിൾസിനെയാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇല്ലസ്ട്രേഷൻ ഏത് ആക്ടിലാണെന്ന് അറിയോ ഞാൻ കണ്ടിട്ടുള്ളത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം, മനസ്സിലാവും. നമ്മളെ കമ്പനീസ് ആക്ടിലും
ഇന്ത്യൻ കോൺട്രാക്ഷൻ ആക്ട് എന്നൊക്കെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1870. നമ്മളെ കമ്പനീസ് ആക്ടിൽ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇല്ലസ്ട്രേഷൻ ഉള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലൊക്കെ. ഞാൻ കാണിച്ചു തരാം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുള്ള ചില ഇല്ലസ്ട്രേഷൻസ്. ഞാൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ക്ലിക്ക് ചെയ്യുമ്പോഴേ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇൻഡെക്സ് ആകാണ്. യെസ്, ആദ്യം ഇൻഡെക്സ് ആകാണ്. ഇൻഡെക്സ് കഴിഞ്ഞിട്ട് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഇത് കണ്ടോ, ഇല്ലസ്ട്രേഷൻ. സെക്ഷൻ 5ന്റെ താഴെ തന്നെ ഒരു ഇല്ലസ്ട്രേഷൻ കിടക്കുന്നുണ്ടാ, സാഹചര്യങ്ങൾ. കണ്ട സാഹചര്യങ്ങൾ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുള്ളത്, അതാണ് ഈ ഇല്ലസ്ട്രേഷൻ. മനസ്സിലായോ? ഇല്ലസ്ട്രേഷൻ എന്തിനു സഹായിക്കും? ഈ സെക്ഷൻ 5 എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇച്ചിരിയും കൂടെ വ്യക്തത തരാൻ സഹായിക്കും. അപ്പൊ ഇതെന്താ ഇല്ലസ്ട്രേഷൻ? ഇന്റർപ്രറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമായി മാറും ഇല്ലസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ സെക്ഷൻ 73 എടുക്കുകയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ. 73 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഡാമേജസ് ആണ്. സ്പെഷ്യൽ ഡാമേജും ഓർഡിനറി ഡാമേജിനെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് സെക്ഷൻ 73. ഏതാ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഡാമേജസ്. നിങ്ങൾ പറ, ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രാക്ട് കാരണം, ഒരു കോൺട്രാക്ട് ലംഘിക്കപ്പെടുകയാണെങ്കിൽ, ബ്രീച്ച് ആകുകയാണെങ്കിൽ അത് കാരണം ഉണ്ടായ നഷ്ടം, അതിനല്ലേ ഡാമേജസ് എന്ന് പറയുന്നത്? അല്ലേ? ഈ ഡാമേജസിന്റെ ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിരിക്കുന്നതാണ്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 18 സാഹചര്യങ്ങൾ പറയുന്നു. 18 സാഹചര്യങ്ങൾ പറയുന്നു. ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ചോദ്യം ഇതാണ്, ഈ 18 സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഡാമേജസ്? ആൻസർ ഇസ് നോ. ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രം. ഇതുപോലെ കുറെ വരാം. ഇപ്പൊ തൽക്കാലം 18 പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. ഫോർ എക്സാമ്പിൾ, ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത് ഡാമേജസിന്? 500 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കാന്ന് പറഞ്ഞ ഒരാൾ സമ്മതിച്ചു, പക്ഷെ ഡേറ്റ് എത്തിയപ്പോ വിൽക്കുന്നില്ല. അപ്പൊ മേടിക്കാൻ ഉദ്ദേശിച്ച ആൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ പോയി അതുപോലത്തെ ഒരു സാധനം മേടിക്കും. മാർക്കറ്റിൽ പോയപ്പോൾ അതിന്റെ വില 550. അപ്പൊ ഡാമേജസ് എത്ര? 50 രൂപ. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത്. സിമ്പിൾ ആയിട്ടൊരു ഡാമേജസിന്റെ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഇതാ, അല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് കോൺട്രാക്ട് പ്രൈസ്, ഓർ ദി എക്സ്ട്രാ പ്രൈസ് ദാറ്റ് വാസ് പെയ്ഡ്. അതല്ലേ ഡാമേജസ് ഇവിടെ? ഈ കോൺട്രാക്ട് ലംഘിക്കപ്പെട്ടതുകൊണ്ട് എത്ര രൂപ എക്സ്ട്രാ ചെലവായി, അതാണ് ഡാമേജസ്. ആണോ? അപ്പൊ ഇല്ലസ്ട്രേഷൻ എന്തിനു സഹായിക്കും? ഒരു പർട്ടിക്കുലർ സെക്ഷന് കുറച്ചും കൂടെ വ്യക്തത വരാൻ സഹായിക്കും. ആണോ? പക്ഷെ ആ സെക്ഷന്റെ പരിധി എന്തിലൂടെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുകയല്ല, ഇല്ലസ്ട്രേഷൻസിലൂടെ. അതായത് ഇവിടെ എത്ര ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്? ഒരു 16-20 ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ഈ 20 സാഹചര്യങ്ങൾ മാത്രമല്ല, ഇത് ജസ്റ്റ് ഇല്ലസ്ട്രേഷനാ, സാഹചര്യങ്ങളാ. ഇതിൽ കൂടുതലും സാഹചര്യങ്ങളാകാം. ഈ സെക്ഷനിൽ പറയുന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള വേറെ ഏതെങ്കിലും സാഹചര്യം ആകാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? We would find that many, though not all sections, have illustrations appended to them. Appended എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഉണ്ടെന്ന്. These illustrations follow the text of the sections. Section കഴിഞ്ഞ് അടുത്തത് താഴെ illustration എന്ന് പറയും. And therefore do not form part of the section. Guys, section 73 വേറെ, അതിന്റെ ഇല്ലസ്ട്രേഷൻ ആണ് താഴെ പറയുന്നത്. അപ്പൊ സെക്ഷൻ 73യുടെ ഭാഗമല്ല. സെക്ഷൻ 73യിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ സെക്ഷൻ 73യുടെ ഭാഗമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? സെക്ഷൻ 73 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എഴുതുമ്പോഴേ ആ 20 ഇല്ലസ്ട്രേഷൻ നമ്മൾ എഴുതാറില്ല. അതിന്റെ റീസൺ എന്താ? അത് സെക്ഷന്റെ ഭാഗമല്ല. സെക്ഷൻ ഇച്ചിരിയും കൂടെ വ്യക്തത നൽകാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾസ് മാത്രമാണ്. However, illustrations do form part of a statute. ആക്ടിനകത്തുള്ളതാണ്, ആക്ടിന്റെ ഭാഗമാണ്, പക്ഷെ ആ സെക്ഷന്റെ ഭാഗമല്ല. ആ സെക്ഷന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. And are considered to be of relevance and value in construing the text of the sections. Sections മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നതേ ഉള്ളൂ.
However, illustrations cannot have the effect of modifying the language of the section. എന്നുവെച്ചാൽ എന്താ? സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നതിനകത്തുനിന്ന് വിരുദ്ധമായിട്ട് ഇല്ലസ്ട്രേഷനിൽ പറയാൻ പറ്റത്തില്ല. അഥവാ പറഞ്ഞാലും അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാര്യം സെക്ഷൻ ആണ് മോർ പവർഫുൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ലസ്ട്രേഷനകത്ത് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നതിന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇല്ലസ്ട്രേഷൻ തെറ്റാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചേ പറ്റൂ. കാര്യം ഇല്ലസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെക്ഷനെ ഇല്ലാതാക്കാനോ സെക്ഷനെ മാറ്റിമറിക്കാനോ സെക്ഷനെ വേറൊരു വിരുദ്ധ രീതിയിൽ വ്യാഖ്യാനിക്കാനോ പറ്റത്തില്ല. ഇല്ലസ്ട്രേഷൻ ഒരു സഹായിയാണ്, വിരോധിയാകാൻ പറ്റില്ല. യെസ്, our illustrations cannot have the effect of modifying the language of the section and can neither curtail സെക്ഷന്റെ അധികാരത്തിനെ ചുരുക്കാനോ nor expand വർദ്ധിപ്പിക്കാനോ പറ്റില്ല. ആംബിറ്റ് ഓഫ് ദ സെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലസ്ട്രേഷൻ വെച്ച് ചുരുക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇത്രയും കേസുകൾ മാത്രമല്ല, ഇതുപോലത്തെ വേറെ എന്ത് വേണമെങ്കിലും ആകാം. സെക്ഷനിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വേറെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ എന്ത് ചെയ്യരുത്? കർട്ടയിൽ ചെയ്യരുത് ഇല്ലസ്ട്രേഷൻ. എന്തും ചെയ്യരുത് പറയുന്നത് എക്സ്പാൻഡും ചെയ്യരുത്. സെക്ഷനിൽ ഇല്ലാത്ത കാര്യം ഇല്ലസ്ട്രേഷനിലൂടെ ഇടിച്ചു കയറ്റരുതെന്ന്. അഥവാ ഇടിച്ചു കയറ്റിയാലും അതിനെ വ്യാഖ്യാനിക്കാൻ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അപ്പൊ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴേ ഇല്ലസ്ട്രേഷനിൽ ഇങ്ങനെയും പറയുന്നു, അപ്പൊ ഇങ്ങനെയും ആകാം അല്ലേ, അപ്പം അതും ആവാം അല്ലേ, അങ്ങനെ ചിന്തിക്കരുത്. സെക്ഷനിൽ പറയുന്നത് മാത്രമായിട്ട് മനസ്സിലാക്കുക. സെക്ഷനെ വലുതാക്കാനോ ചുരുക്കാനോ പറ്റില്ല ഇല്ലസ്ട്രേഷൻ. ഇല്ലസ്ട്രേഷൻ സെക്ഷനെ സഹായിക്കുന്നതേ ഉള്ളൂ. ഇല്ലസ്ട്രേഷൻ സെക്ഷനെ മറികടക്കരുത്. പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? യെസ്. Example 13. In holding that Section 73 of Indian Contract Act 1872 does not permit the award of interest as damages. അപ്പൊ എന്തില്ല? സെക്ഷൻ 73നകത്ത് ഡാമേജസ് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഇൻട്രസ്റ്റ് ഒരു ഡാമേജസ് ആണെന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞ് എന്ത് പറയാൻ പറ്റത്തില്ല? ഇൻട്രസ്റ്റ് ഡാമേജ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. സെക്ഷൻ ഏത്? സെക്ഷൻ 73യുടെ എന്തില്? സെക്ഷൻ 73യുടെ ഇല്ലസ്ട്രേഷൻസിനകത്ത് എന്തില്ല? ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഒരു ഡാമേജ് അല്ലേ എന്നൊരു ചോദ്യം വരും. ആൻസർ ഇസ് ഇൻട്രസ്റ്റ് ഒരു ഡാമേജ് ആണ്. എവിടെ പറഞ്ഞില്ലേലും? ഇല്ലസ്ട്രേഷൻസിൽ പറഞ്ഞില്ലേലും. അപ്പൊ ഇല്ലസ്ട്രേഷനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെക്ഷന്റെ ആ ഒരു ആംബിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചുരുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇൻട്രസ്റ്റും എന്ത് തന്നെയാ? ഇൻട്രസ്റ്റ് ഒരു ഡാമേജാ. ഇൻട്രസ്റ്റ് ഒരു പരിഹാരമാ, ഒരു നഷ്ടപരിഹാരമാ. എവിടെ പറഞ്ഞില്ലേലും സെക്ഷൻ 73യുടെ ഇല്ലസ്ട്രേഷൻസിനകത്ത് എങ്ങും ഇൻട്രസ്റ്റിനെ പറ്റി പരാമർശം ഇല്ലേലും. കാര്യം എന്താ? ഇല്ലസ്ട്രേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെക്ഷനെ ചുരുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് പിടികിട്ടിയ എല്ലാവർക്കും? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് nor can an illustration have the effect of modifying the language of the section which alone forms the enactment. എന്ന് വെച്ചാൽ എന്താ? ഇല്ലസ്ട്രേഷൻ വെച്ച് എന്തിനെ നിങ്ങൾ തിരുത്താനൊന്നും പോകരുത്, സെക്ഷനെ തിരുത്താൻ പോകരുത്. ഇല്ലസ്ട്രേഷൻ ജസ്റ്റ് എക്സാമ്പിൾസാ. ഇതിൽ തന്നെ ചുരുങ്ങണമെന്ന് തന്നെ ഇല്ല. ആക്ടിൽ പറയുന്ന കാര്യങ്ങളും സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രസക്തി. അപ്പം സെക്ഷനകത്ത് വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ അതും വരും. ഇല്ലസ്ട്രേഷനകത്ത് അത് പറഞ്ഞില്ലേലും. പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ സെക്ഷൻ 73യുടെ ഇല്ലസ്ട്രേഷനകത്ത് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഒരു ഡാമേജ് അല്ലേ? ഇൻട്രസ്റ്റ് ഒരു ഡാമേജാ. എവിടെ പറഞ്ഞില്ലേലും? ഇല്ലസ്ട്രേഷൻസിൽ പറഞ്ഞില്ലേലും. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ?